NGOമാരുടെ ഒരു പൂർവ്വകാല നേതാക്കന്മാരുടെ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അവരെന്നെ വിളിച്ചിരുന്നു. അവിടെ ഇങ്ങനെ സംസാരിച്ച് എല്ലാം കഴിയാറായപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഒരു കാര്യം പറയാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ പോസ്റ്റൽ വോട്ട് ഇലക്ഷൻ ഡ്യൂട്ടി ഉള്ളവർക്ക് അയക്കും. അത് പോസ്റ്റിലാണ് അയക്കുന്നത്, പോളിംഗ് ബൂത്തിൽ പോയി ചെയ്യാനൊക്കെ ഇല്ല. അപ്പോൾ അതാ വീട്ടിൽ വരും. വീട്ടിൽ വന്നാൽ അതാരാ പൊട്ടിക്കുന്നതെന്നും പറയാനാവില്ല. വീട്ടുകാർക്ക് എന്തായാലും അത് പരിചയം ഉണ്ടാവും. അത് ചെയ്ത് ഒരുപാട് ആളുകൾ അതൊക്കെ പോസ്റ്റിൽ തന്നെ അയച്ചു കൊടുക്കും. കുറച്ച് പേരൊക്കെ കലക്ട്രേറ്റ് അടുത്താണെങ്കിൽ അവിടെ കൊണ്ടിടും. കുറച്ച് പേര് ഇത് വോട്ട് ചെയ്ത് അവരവരുടെ പ്രസ്ഥാനങ്ങളെ ഏൽപ്പിക്കും. ഒട്ടിച്ചേൽപ്പിക്കുന്നവരുണ്ട്, ഒട്ടിക്കാതെ ഏൽപ്പിക്കുന്നവരുണ്ട്. എല്ലാ പാർട്ടികളും ഇത് ചെയ്യുന്നുണ്ട്. അധ്യാപക NGO ഗസറ്റ് ഓഫീസർമാർ ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇത്തരം വോട്ടർമാരായി വരുന്നത്. അപ്പോൾ അവരുടെ സംഘടനകളെ ഏൽപ്പിക്കും. ഒട്ടിക്കാതെ കൊടുക്കുന്നുണ്ട്, വോട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും. ഒട്ടിക്കാതെ അത് ഒട്ടിച്ചൊക്കെ അങ്ങ് അയച്ചോളും. ഇത് ഈ സ്വാതന്ത്ര്യം കിട്ടിയ കാലം ഒരു നടപടിക്രമമാണ്. ഞാനന്നത് വാസ്തവത്തിൽ ഉള്ളൊരു കാര്യമല്ല പറഞ്ഞത്. അങ്ങനൊരു സംഭവം എന്നെ സംബന്ധിച്ചില്ല, ഞങ്ങളുടെ പാർട്ടി ബേസിലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒട്ടിച്ചു തരുന്ന ബാലറ്റിൽ, പോസ്റ്റൽ ബാലറ്റിൽ വേറെ ഏത് സ്ഥാനാർത്ഥിയാണ് ആൾക്കാരാണ് ഏൽപ്പിക്കുന്നത് അവർക്കല്ല വോട്ട് ചെയ്തേക്കുന്നത്, ആളിനല്ല, വേറെ ആളിനാണ്. ഇങ്ങനെ വഞ്ചനാപരമായി ചെയ്ത ഒരു ചെറിയ വിഭാഗമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒട്ടിച്ച് തരുന്നതുകൊണ്ട് ആരും അറിയത്തില്ല ധരിക്കണ്ട. ചിലപ്പോൾ ചിലതൊക്കെ പൊട്ടിച്ച് നോക്കാറുണ്ട്, ശരിയാണോ വോട്ട് ചെയ്തേക്കുന്നതെന്ന്. ഇല്ല എന്നൊക്കെ ഞാൻ സംസാരിച്ചെന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഇവരെ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അതൊരു വാസ്തവത്തിൽ പ്രസംഗ തന്ത്രമാണ്. ഈ ഷേക്സ്പിയറുടെ ജൂലിയസ് സീസർ എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള നാടകത്തിൽ ജൂലിയസ് സീസറിനെ കൂടെയുള്ള സെനറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർലമെൻറ്റ് മെമ്പർമാർക്ക് തുല്യമാണ്. സെനറ്റ് പാർലമെൻറ്റാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ സെനറ്റിലേക്ക് ഇങ്ങനെ പടികൾ കയറിക്കൊണ്ടിരുന്ന വഴിയിൽ കൂടെ ഉണ്ടായിരുന്ന സെനറ്റർമാർ തന്നെയാണ് ഒളിച്ചു വെച്ച കടാരി കൊണ്ട് ഇങ്ങനെ കുത്തുന്നത്. അവസാനം പുള്ളിയുടെ വലങ്കൈയായി ബ്രൂട്ടസാണ് പുറകിൽ നിന്ന് കുത്തുന്നത്. അപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ ബ്രൂട്ടസ് കുത്തുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എറ്റി ബ്രൂട്ടസ്, നീയോ ബ്രൂട്ടസ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് ലോകപ്രശസ്തമായിട്ടുള്ള എഴുതാണ്.